ഷിരൂരിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രഡ്ജറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ന് തെരച്ചിലിൽ പുറത്തെടുത്ത സാധനങ്ങളാണ്. വാഹനത്തിൻ്റെ ലോറിയുടെ ടയർ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അപകടത്തിൽ തകർന്ന ടാങ്കർ ലോറിയുടെ ടയറാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ലൈൻ കമ്പികൾ, അതോടൊപ്പം തന്നെ ചെറിയ സാധനങ്ങൾ, എൻജിൻ ഭാഗത്തിൻ്റെ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ഇവിടെ കാണുന്നത് തൊട്ടടുത്തുള്ള HT വൈദ്യുത ലൈനിൻ്റെ തൂണുകൾ ഈ അപകടത്തിൽ തകർന്നിരുന്നു. അതിൻ്റെ ഭാഗങ്ങളാണ്. അതിൻ്റെ വൈദ്യുത ലൈനുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പുറത്ത് കാണുന്നത് എൻജിൻ ഭാഗങ്ങളാണ്. എൻജിൻ ഭാഗങ്ങൾ തകർന്ന ഭാഗങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി വസ്തുക്കളാണ് ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വൈദ്യുത തൂൺ, ഇത് HT വൈദ്യുത ലൈനിൻ്റെ തൂണാണ്. പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അപകടം നടന്ന ഷിരൂരിലെ ആ കുന്നിന് മുകളിൽ പോസ്റ്റിൻ്റെ ഒരു പകുതി, ഇലക്ട്രിക് വൈദ്യുത തൂണിൻ്റെ ഒരു പകുതി ഭാഗം കാണാം. അതുപോലെ അത് തകർന്ന് ഈ മണ്ണിലേക്ക് ഇങ്ങോട്ട് പതിക്കുകയായിരുന്നു. പുഴയിലേക്ക്, ഗംഗാവാലി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. നിരവധി വസ്തുക്കളാണ് ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. ചെറിയ വസ്തുക്കൾ, അതോടൊപ്പം തന്നെ പല വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. എൻജിൻ തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ ലോഹഭാഗങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ കാണുന്ന മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് മാറ്റുന്നത്. ഓരോ പോയിന്റിലും മണ്ണ് നീക്കം ചെയ്ത് മറ്റ് ഭാഗങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റി പരിശോധന നടത്തുന്ന ഒരു രീതിയാണ് അവലംബിച്ചത്. ഇന്ന് പ്രധാനമായും നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്താണ് പരിശോധന നടത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഓരോ ഭാഗം നോക്കാം. എൻജിനൊക്കെ പൂർണ്ണമായും തകരുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. തകർന്നു നിൽക്കുന്നു. ഈ വാഹനത്തിൻ്റെ ടയർ ഭാഗം ഉൾപ്പെടെ തകർന്നു നിൽക്കുന്നു. ആ ടയറുള്ള ഭാഗം ഈ തകർന്ന ടാങ്കർ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം സാധനങ്ങളും ഇന്ന് കണ്ടെത്തിയത് എല്ലാം തന്നെ ഈ ടാങ്കർ ലോറിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, മറ്റ് വാഹനങ്ങളുടെ ഭാഗങ്ങളാണ് എന്നാണ്. അർജുൻ്റെ ട്രക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ നിലവിൽ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പ്രധാന വസ്തുത. കഴിഞ്ഞ ദിവസം കുടിവെള്ളം വെക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്ന ചെറിയ ആംഗ്ലർ, അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ലഭിച്ചതല്ലാതെ മറ്റ് സാധനങ്ങളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല. പരിശോധനകൾ തുടരുകയാണ്. ഇപ്പോൾ ഈ കാണുന്നതും വൈദ്യുത തൂണിൻ്റെ ഭാഗങ്ങളാണ്. ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഈ വലിയ തൂണിൻ്റെ തകർന്നു കിടക്കുന്ന ഭാഗം ഇവിടെ എത്തിക്കാൻ സാധിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്ര ബാലനുണ്ട്. അതോടൊപ്പം അർജുൻ്റെ കുടുംബാംഗങ്ങളും ഈ ഡ്രഡ്ജറിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ എത്തിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയാണ്. നിലവിൽ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ കൂടി ഇവിടെയുണ്ട്. ഈ പരിശോധനയുടെ രീതി എങ്ങനെയാണ്, എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഈ പരിശോധനയിൽ കണ്ടെത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങളുമായി വിശദീകരിച്ച് നൽകുകയാണ്. എങ്ങനെ പരിശോധന നടത്തും, തുടർ പരിശോധനകൾ എങ്ങനെ നടത്തും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവരോട് പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ താൽക്കാലികമായി ഈ തെരച്ചിൽ നിർത്തുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ തുടർ നിമിഷങ്ങളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഡ്രഡ്ജറിൻ്റെ പ്രവർത്തന രീതി നമ്മൾ കണ്ടതാണ്. ഈ കാണുന്ന ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നിരവധി സാധനങ്ങൾ പുറത്തെത്തിച്ചിരുന്നു. ആ സ്കൂട്ടറും അതോടൊപ്പം തന്നെ ഈ തകർന്ന ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളും, എൻജിൻ ഭാഗം, അതോടൊപ്പം തന്നെ ക്യാബിൻ ഭാഗമെല്ലാം തന്നെ പുറത്തേക്ക് ഉയർത്തിയെടുത്തത് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക്, പരിശോധന നടത്തുന്ന മറ്റൊരു ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം പരിശോധനയിൽ അസ്ഥിഭാഗം കിട്ടിയത്, പക്ഷേ ആ അസ്ഥിഭാഗം മനുഷ്യൻ്റേതല്ലെന്ന ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുമുണ്ട്. പരിശോധന നടത്തുന്ന മറ്റൊരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്ര ബാലൻ്റെ നേതൃത്വത്തിൽ കോണ്ടാക്ട് പോയിന്റ് 4 എന്ന് രേഖപ്പെടുത്തിയ സ്ഥലമാണ്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും മണൽ വലിയ തോതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ മണൽ ശരിക്കും 40 അടി ആഴമുള്ള ഒരു പുഴയായിരുന്നു. ആ പുഴയുടെ മധ്യഭാഗത്ത് വലിയ തോതിൽ മണലും കല്ലുമെല്ലാം തന്നെ അടിഞ്ഞുകൂടി നിൽക്കുന്നത് കാണാം. തൊട്ട് പിന്നിലേക്ക് മെല്ലെ പോയി കഴിഞ്ഞാൽ ഓരോ മരത്തിൻ്റെ ഭാഗം ഉയർന്നു നിൽക്കുന്നത് കാണാം. മരം വലിയ തോതിൽ ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന ഈ പുഴയുടെ അടിയിൽ ഉണ്ട്. അത് ഉയർന്നു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിശോധനയ്ക്കിടെ പല ഭാഗത്തും ഇങ്ങനെ സാധനങ്ങൾ കണ്ടെത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ട്രക്കിനകത്ത് നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരെ പിന്നിലേക്ക് നോക്കിയാൽ നമുക്ക് ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗം, അപകടമുണ്ടായ സ്ഥലത്തിൻ്റെ ദൂരക്കാഴ്ച, പുഴയിൽ നിന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആ മല പൂർണ്ണമായും ഇടിഞ്ഞ് തകർന്ന് ഈ ഗംഗാവാലി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. അവിടെ നിന്ന് പതിച്ച് പുഴയുടെ മധ്യഭാഗത്ത് 40 അടിയിലധികം ആഴമുള്ള
പുഴയുടെ മധ്യഭാഗത്ത് വലിയ മൺതിട്ട തന്നെ രൂപപ്പെടുന്ന സാഹചര്യം വന്നു. പുഴയുടെ മറുകരയിൽ വീടുകളെല്ലാം തകരുന്നൊരു സാഹചര്യം വന്നു. ഇപ്പോൾ പരിശോധന നടത്തുന്നത് ലോഹത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ നാവികസേനയുടെ കണ്ടെത്തൽ, നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്തുൾപ്പെടെയാണ് പരിശോധന നടത്തുന്നത്. ആ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുകയായിരുന്നു. തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ അവരും മണിക്കൂറുകളിൽ പുറത്തുവരും.